ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തടയിടാൻ നിർണായക നീക്കവുമായി SIT. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാൻ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തേക്കും. സാമ്പത്തിക തട്ടിപ്പ് പരാതികളിൽ കേസെടുക്കാനാണ് ആലോചന. കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാലും മറ്റ് കേസുകളിൽ അറസ്റ്റ് ചെയ്യാനാവും. അതേസമയം നിർണായക മൊഴിപ്പകർപ്പുകൾ തേടി ED സംഘം ഇന്ന് SIT ഓഫീസിലെത്തും. നിയമസഭയിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ ആസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണയും ഇന്ന് നടക്കും. ഹരിമോഹനും റോഷിപാലുമുണ്ട് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഹരി, അങ്ങനെ ഇന്ന് സഭ സ്തംഭിപ്പിക്കാൻ പോവുകയാണ്. EDയുടെ വരവുണ്ട്. EDയുടെ വരവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് SITയിലെ പ്രതികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫെബ്രുവരി 3-ാം തീയതി പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടും. ദ്വാരപാലക ശില്പപാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയതാണ്. കട്ടളപ്പാളി കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ ഫെബ്രുവരി 3-ാം തീയതി പുറത്തിറങ്ങും. ഈ കേസിലെ 1-ാം പ്രതി തന്നെ പുറത്തിറങ്ങുന്നത് SITക്ക് വലിയ തിരിച്ചടിയാണ്. അത് തടയിടാൻ SIT ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നറിയുന്നു. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് SITക്ക് തിരിച്ചടി മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി എന്തൊക്കെ പറയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരെയൊക്കെ ബന്ധപ്പെടും എന്നൊക്കെയുള്ള കാര്യത്തിൽ ചില ആശങ്കകൾ SITക്കുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറത്തിറങ്ങൽ തടയാൻ ഏതു വിധേനയുമുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് SIT. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ ഇന്നലെ മുതൽക്ക് SIT, അതായത് പോലീസിൻ്റെ വിവിധ സംഘങ്ങൾ, സൈബർ പോലീസ് അടക്കം, ഒപ്പം തന്നെ പല പോലീസ് സ്റ്റേഷനുകളിലൊക്കെയായി ലഭിച്ചിരിക്കുന്ന പരാതികൾ, ഇവയെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പല ഘട്ടങ്ങളിലായി സാമ്പത്തിക തട്ടിപ്പ് പരാതികളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതികൾ എന്ന് പറയുന്നത് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പരാതികളാണ്. ചെക്ക് കേസുകളുണ്ട്. അങ്ങനെ പല സ്റ്റേഷനുകളിലായി, തിരുവനന്തപുരത്ത് തന്നെ പല സ്റ്റേഷനുകളിൽ പരാതിയുണ്ട്, തിരുവനന്തപുരത്തിന് പുറത്തുണ്ട്. ഇങ്ങനെ പല പരാതികളും നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ആ പരാതികളിൽ മേലൊന്നും തന്നെ കേസെടുത്തിരുന്നില്ല. അങ്ങനെ ഉള്ള പരാതികളിൽ മേൽ ഇനി കേസെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. SIT ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേസെടുത്തു കഴിഞ്ഞാൽ ഈ കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ പ്രത്യേകം അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ റിമാൻഡിൽ കിടത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറം ലോകത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് SIT കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ് തടയാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇപ്പോൾ എന്നല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ പല പരാതികളും ലഭിച്ച് അതിലൊരു പരാതി ഒരു സ്റ്റേഷനിലും ഒരു കോടതിയിലുമായി നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. അതിൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. അത് ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ് അവർ അവിടെ. അതിൽ തുടർ നടപടികൾ ഉണ്ടാക്കുക, പുതിയ പരാതികളിൽ മേൽ കേസെടുക്കുക, ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളാണ് SIT ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം തീയതിക്ക് മുമ്പ്, അതായത് ഫെബ്രുവരി 1-നാണ് കട്ടളപ്പാളി കേസിൽ 90 ദിവസം തികയുന്നത്. അതിന് മുമ്പ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി തന്നെയായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക. അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അപ്പോൾ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൂട്ടാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഒടുവിൽ പൂട്ടുകളെല്ലാം പൊട്ടിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 1-ാമത്തെ പ്രതി തന്നെ പുറത്തിറങ്ങിയാൽ SITക്ക് ചെറുതല്ലാത്ത നാണക്കേടുണ്ടാവും. തീർച്ചയായിട്ടും SIT അത് പൂട്ടാനുള്ള എല്ലാ വഴികളും നോക്കും. ഒരു കുറ്റപത്രമൊന്നും ഇനി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊടുക്കുക സാധ്യമല്ല. കുറ്റപത്രം കൊടുക്കണമെങ്കിൽ തുണ്ടിമുതൽ കണ്ടെത്തണം. തുണ്ടിമുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കുറ്റപത്രം കൊടുക്കുക? നമുക്കിപ്പോൾ റോഷിപാലുണ്ട്.